ഇന്നൽ മുഅ്മിന ഇദാ മാത ഒരു സത്യവിശ്വാസിയായ ആൾ മരിച്ചു കഴിഞ്ഞാൽ തജമ്മലത്തിൽ മഖാബിറു ലിമൗതിഹി ഭൂമിയിലുള്ള മുഴുവൻ ഖബറടക്കപ്പെടുന്ന സ്ഥലങ്ങളും ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ്. ഫലൈസ മിൻഹാ ബുഖഅത്തുൻ ഇല്ലാ വഹിയ തതമന്നാ അയ്യുദ്ഫന ഫീഹാ. ഭൂമിയിലുള്ള ഓരോ ഭാഗങ്ങളും എന്റെ സഹോദരീ സഹോദരന്മാരെ, ആ മനുഷ്യന്റെ മയ്യിത്ത് എന്റെ മുകളിൽ എന്റെ ഇടയിൽ അടക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കും. എന്നാൽ വഇന്നൽ കാഫിറ ഇദാ മാത, ഒരു അവിശ്വാസിയാണ് മരിക്കുന്നത്, ഒരു നന്ദി കെട്ടവനാണ്, തെമ്മാടിയാണ് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമുലമത്തിൽ മഖാബിറു ലിമൗതിഹി, ഇവന്റെ മരണം കാരണം ഖബറുകൾ മുഴുവൻ ഇരുട്ടിൽ മൂടുകയും അതിൽ നിന്നുള്ള ഓരോ ഭാഗവും അല്ലാഹുവിനോട് പടച്ചവനെ ഈ മനുഷ്യൻ ഇവിടെ ഖബറടക്കം ചെയ്യപ്പെടല്ലേ എന്ന് അല്ലാഹുവിനോട് പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം, നമ്മൾ പേതിലാപ്പെടുക. ഏറ്റവും നല്ല മയ്യിത്തുകൾ അടക്കപ്പെട്ടത് ഏറ്റവും നല്ല കൂട്ടുകാർക്കിടയിലും ഏറ്റവും നല്ല അയൽക്കാർക്കുമിടയിലുമാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ റൗള നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അല്ലേ? നബിയുടെ അയൽവാസി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന മനുഷ്യൻ. പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. നോക്കൂ നിങ്ങൾ, നല്ലവരങ്ങനെയാണ് അടുക്കുക.